ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ കോഴികൾക്ക് കൊടുക്കുന്ന ചിലവ് കുറഞ്ഞ തീറ്റാനിറ്റപ്പെടുന്ന ഒരു തീറ്റയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ഈ ലാർവേനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെല്ലാം ഇന്നലത്തെ വീഡിയോൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കമ്പോസ്റ്റിൻ്റെ അകത്ത് നിന്ന് എടുത്ത പുഴുക്കളെ നമുക്ക് എങ്ങനെ വേറെ വേറെ ആക്കി എടുക്കാമെന്ന് കാണാം. അപ്പോൾ ഇതാ ഈ കുഴീൻ്റെ അകത്താണ് ഞാൻ VSF ലാർവേനെ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിന്. ഇതുപോലെയാണ് കേട്ടോ ഞാൻ പുഴുക്കളെ വേറെ ആക്കി എടുക്കൽ. ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ മേലെ പച്ച നെറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ വേസ്റ്റ് കോരി ഇടലാണ്. ഇങ്ങനെ കോരി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേക്ക് പുഴുക്കളിൽ ഇതുപോലെ താഴേക്ക് വീണിട്ടുണ്ടാവും. അപ്പോൾ കോരി വെച്ച വേസ്റ്റിൻ്റെ അകത്ത് ഈ പുഴുക്കൾ ഇതുപോലെ കൂനൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇറങ്ങി അടിയിൽ ഇങ്ങനെ തങ്ങിക്കിടക്കും, താഴോട്ട് വീകാണ്ട്. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വടി എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് ആ വേസ്റ്റ് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ തങ്ങിക്കിടക്കുന്ന പുഴുക്കളെല്ലാം താഴേക്ക് വീണോളും. അത് കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം വലയെടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ മേലെ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരിച്ചെടുക്കുക വേണ്ടേ. ഈ ഒരു പ്രവൃത്തി കുറേ പ്രാവശ്യം ചെയ്തുകൊണ്ടേയിരിക്കണം, എന്നാൽ അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടല്. അപ്പോൾ ഞാൻ ഇതിലെടുത്ത വല കൊതുക് വലയുടെ പീസ് മുറിച്ചെടുത്തതാണ്. കുറേ പ്രാവശ്യം ഇതുപോലെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാർവേനത് ഇതുപോലെ കിട്ടും. എന്നാലും കുറച്ച് വേസ്റ്റും കൂടി ഉണ്ടാവും. അതിനെങ്ങനെയാണ് ക്ലീൻ ആക്കി എടുക്കലെന്ന് വെച്ചാൽ ഒന്നും കൂടി ഇതുപോലെ പച്ചനെറ്റ് പാത്രത്തിൻ്റെ മേലെ വെച്ചിട്ട് പുഴുവിനെ അതിൻ്റെ മേലെ തട്ടിക്കൊടുക്കും. എന്നിട്ട് പുഴു വീഴുന്നവരെ കാത്തു വെക്കുക. ആദ്യം ചെയ്ത ആ പ്രോസസ്സ് പോലെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ കുറച്ചും കൂടി ഇതുപോലെ നീറ്റായി കിട്ടും. മുഴുവനായിട്ട് പോവില്ല, കാരണം ആ പച്ചനെറ്റിൻ്റെ കണ്ണി കുറച്ച് അകലൂലല്ലേ. പുഴു താഴിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വേസ്റ്റും കൂടെ താഴിലേക്ക് വരും. പിന്നെയും ഞാൻ 2-3 പ്രാവശ്യം കൂടെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി ഇത് കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും മെനക്കെട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികൾക്ക് അവിടെ തന്നെ കോരി ഇതുപോലെ ഒരു ചാക്കിൽ വന്നെല്ലാം കിട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം തിന്നിട്ട് പോയാൽ അന്നേരം തന്നെ എടുത്ത് വീണ്ടും കമ്പോസ്റ്റിലേക്ക് കളയാവുന്നതേ ഇല്ല. അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.